ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരിക. ഖുർആൻ ഇത് നേരത്തെ പ്രവചിക്കുന്നുണ്ട്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്ത നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരുന്നതായ ഒരു ഘട്ടം അതിനീ കണ്ടാൽ ഫസബ്ബിഹ്, ദൈവത്തെ സ്തുതിക്കാനാണ് പറയുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുക, സമാധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് പതിവ് പോലെ തന്നെ ഇസ്ലാമോഫോബിയ വളർത്തുക എന്ന ലക്ഷ്യത്തിൽ ചർച്ചകൾ എന്ന പേരിൽ പലരും പല വിധത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ജനം ടിവിയും ചർച്ച എന്ന പേരിൽ ഒരു അഭ്യാസ പ്രകടനം നടത്തി. ആ ചർച്ചയിൽ ഇറാനെക്കുറിച്ച് സംസാരിക്കാനും ഇസ്ലാമിനെക്കുറിച്ച് സംസാരിക്കാനും പോയത് ഒ അബ്ദുള്ളയാണ്. നമുക്കറിയാം, സാധാരണയായി ഒ അബ്ദുള്ള ജനം ടി വിയിൽ ചർച്ചയ്ക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ പലതരത്തിലുള്ള പ്രകോപനങ്ങളിൽ വീഴ്ത്തി അതിലൂടെ അദ്ദേഹത്തെയും മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും മോശമാക്കാൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടുമോ എന്ന് നോക്കിയിട്ട് സാമൂഹ്യ നിരീക്ഷകരെന്നും സോഷ്യൽ ആക്ടിവിസ്റ്റുകളെന്നൊക്കെ പറഞ്ഞ് പച്ചയായ വർഗീയത പറയുന്ന, സംഘപരിവാറിൻ്റെ പക്ഷം പറയുന്ന, ഇസ്ലാമിക വിരുദ്ധത സംസാരിക്കുന്ന ചിലരെയൊക്കെ കൊണ്ടുവന്നിരുത്തി ആ രീതിയിലുള്ള അഭ്യാസ പ്രകടനം കുറേ കാലമായി ജനം ടി വിയും അനിൽ നമ്പ്യാരും തുടർന്നു പോരുന്നുണ്ട്. എന്നാൽ സമാനമായ അജണ്ടയുമായി കഴിഞ്ഞ ദിവസവും ജനം ടി വിയിൽ അനിൽ നമ്പ്യാരുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടന്നു. ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഒ അബ്ദുള്ള ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. ശരിക്കും പറഞ്ഞാൽ മുസ്ലിങ്ങളെയും ഇസ്ലാം മതത്തെക്കുറിച്ച് പഠിക്കുന്നവർക്കും ഏറെ പ്രതീക്ഷ നൽകുന്നതും ഏറെ അഭിമാനം നൽകുന്നതുമായ ഒരു പ്രകടനമാണ് ഒ അബ്ദുള്ള അവിടെ നടത്തിയത്. ആസ്ഥാന മുസ്ലിം വിരുദ്ധനായ അനിൽ നമ്പ്യാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് അബ്ദുള്ള തൻ്റെ സംസാരം തുടങ്ങുന്നത്. ചുരുക്കി പറഞ്ഞാൽ കൂടെയുള്ള സഹസംവാദകരെ മുഴുവൻ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഒരു തകർപ്പൻ പ്രകടനമാണ് അബ്ദുള്ള അവിടെ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആ പരാമർശങ്ങൾ, അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ, അത്തരത്തിൽ ചരിത്രങ്ങളുടെയും വസ്തുതകളുടെയും പിൻബലത്തിൽ അബ്ദുള്ള പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും എന്നെ ഏറെ ആകർഷിച്ചു. അദ്ദേഹം ഇന്നലെ അവിടെ പങ്കുവെച്ച പല കാര്യങ്ങളും കഴിഞ്ഞുപോയ എൻ്റെ പല വീഡിയോകളിലും ഞാൻ പരാമർശിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അനിൽ നമ്പ്യാരെയും കൂട്ടുകച്ചവടക്കാരെയും എന്നല്ല, ഇസ്ലാമിക വിരുദ്ധരായ, മുസ്ലിം വിരുദ്ധരായ മുഴുവൻ ആളുകളെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന അബ്ദുള്ളയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. കർബല എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ പേരക്കുട്ടിയെ അവിടെ യൂഫ്രട്ടീസ് ടൈഗ്രസ് നദീ തീരത്ത് വെച്ച് പിടിച്ച് അദ്ദേഹത്തെയും 72 അനുയായികളെ കൊന്നു കളഞ്ഞതാണ്. പക്ഷേ അതിനുശേഷം ഇസ്ലാം അതോടുകൂടി അവസാനിക്കേണ്ടതാണ്. ഇസ്ലാം കൂടുതൽ ശക്തിപ്പെടുക ചെയ്തത്. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ അത് 2-3 കാര്യങ്ങളാണ്. ഒന്നിപ്പോൾ ബാബരി മസ്ജിദ് എന്ന് പറഞ്ഞ പള്ളി ഇന്ത്യയിൽ പൊളിച്ചു. ലോകത്തെവിടെയും സംഭവിക്കാത്ത ഒന്നാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു കൂട്ടരുടെ ആരാധനാലയങ്ങളെ മറ്റൊരു കൂട്ടർ ചെന്നിട്ട് തച്ച് പൊളിക്കുക എന്നത് ഭരണകൂടം നോക്കിക്കാം. പക്ഷേ അതിനുശേഷം ഇന്ത്യയിൽ നമസ്കാരം നടക്കുന്നില്ലേ? 100 ബാബരി മസ്ജിദുകളുണ്ടായത്, 100 ഉടനെ തന്നെ. അത് ശക്തിപ്പെടുകയേ ചെയ്യുള്ളൂ. ഇപ്പം ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രകൃതി മതമാണ്, ദൈവം കനിഞ്ഞരുളുകയാണ്. അതിൻ്റെ വ്യവസ്ഥകൾ താങ്കൾക്കടക്കം സ്വീകരിക്കാവുന്നതും യോജിക്കാവുന്നതുമായ വളരെ സുന്ദരമായ ആശയങ്ങളാണ്. അതല്ലാത്ത അതിനൊരു വെല്ലുവിളി വേറെ ഇതാ. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ മുസ്ലിം കുടിയേറ്റങ്ങൾ നിരോധിക്കുന്നതിൻ്റെ പേരിൽ അറിയാം. അവിടെ അഭയാർത്ഥികൾ അധികം ഉണ്ടായതുകൊണ്ടല്ല, അവർക്ക് ഒരു ആശയം, ഇസ്ലാം മതം എന്ന് പറയുന്ന ആശയം, അതിലേക്ക് വലിയ തോതിൽ അവിടെ ഉള്ളൊരു ആകൃഷ്ടരാകുക. 2050 ആകുമ്പോഴേക്ക് ലോകത്തിൻ്റെ മതം ഇസ്ലാം ആകുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പ്രസവിച്ച് കൂട്ടിയിട്ടല്ല, ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരിക. ഖുർആൻ ഇത് നേരത്തെ പ്രവചിക്കുന്നുണ്ട്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്ത നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരുന്നതായ ഒരു ഘട്ടം അതിനീ കണ്ടാൽ ഫസബ്ബിഹ്, ദൈവത്തെ സ്തുതിക്കാനാണ് പറയുന്നത്. അങ്ങനത്തെ ഒന്നാണ് അതിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ. അതുകൊണ്ട് ഇങ്ങനത്തെ ഇതുവരെയുള്ളതിന് ആകപ്പാടെ ഞാൻ പറയാം, ഈ ചെറിയ ഇമ്പാച്ചെന്ന് കണ്ടുകൊണ്ട് മുസ്ലിങ്ങൾ പേടിക്കില്ല. മുസ്ലിങ്ങൾ വളരെ അവർക്ക് ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം. ഈ വിശ്വാസം ഏതെങ്കിലും ലോകമതം ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? ചാനൽ ചർച്ചകളിലാവട്ടെ മറ്റെവിടെയാവട്ടെ ഇസ്ലാം എന്ന് പറയുന്നൊരു മതം മാത്രമേ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂല്ലോ. ഹിന്ദു മത സ്ത്രീകളോട് എങ്ങനെ പെരുമാറുന്നു, അവരുടെ വിവാഹ സാധ്യതകൾ എങ്ങനെ നിഷേധിക്കുന്നു, അവരുടെ മറ്റേ ഇതൊത്തണോ ജാതകത്തോ ഇതൊത്തോ നോക്കിയിട്ട് ആ കുട്ടികളെ പീഡിപ്പിക്കുന്നു ഒന്നും ആരും ചർച്ച ചെയ്യുന്നില്ലല്ലോ. കണ്ടില്ലേ? ഇതിൽ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇസ്ലാമിനെതിരെ അല്ലെ മുസ്ലിങ്ങൾക്കെതിരെ അവിടുന്നും ഇവിടുന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒച്ചപ്പാടുകൾ ഉണ്ടായാൽ അല്ലെങ്കിൽ പ്രകോപനങ്ങൾ ഉണ്ടായാൽ അത്തരം ചെറിയ കാര്യങ്ങളിൽ വീഴുന്നവരല്ല മുസ്ലിങ്ങൾ. അവരുടെ ചരിത്രം അതല്ല. അതിൻ്റെ കാരണം അവരുടെ വിശ്വാസമാണ്, അവരുടെ ഈമാനാണ്. അചഞ്ചലമായി അവർ കൊണ്ടു നടക്കുന്ന ഏകദൈവത്തിൽ ഊട്ടി ഉറപ്പിച്ച അവരുടെ വിശ്വാസം. അതിനെ ഓർമ്മപ്പെടുത്താൻ, അതിനെ അടയാളപ്പെടുത്താൻ ധാരാളം സംഭവങ്ങളുണ്ട്. ഒരു ഉദാഹരണമായി നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിൽ, കർണാടകയിൽ നടന്ന ഒരു സംഭവം തന്നെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. നമുക്കറിയാം, 2-3 വർഷം മുമ്പ് കർണാടകയിൽ BJP സർക്കാർ ഭരിക്കുന്ന സമയത്ത് അവരുടെ അജണ്ടയുടെ ഭാഗമായി അവർ ഹിജാബ് നിരോധനം കൊണ്ടുവന്നു. എന്നിട്ട് എന്താണ് അവിടെ സംഭവിച്ചത്?
ഹിജാബ് നിരോധനത്തെ അവിടുത്തെ മുസ്ലിം പെൺകുട്ടികൾ എങ്ങനെയാണ് നേരിട്ടത്? വിദ്യാർത്ഥികൾ അതിനോട് പൊരുതിയത് എങ്ങനെയാണ്? മുസ്ലിം സ്ത്രീകൾ അവരുടെ അവകാശം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി, അവരുടെ വിശ്വാസം മുറുകെ പിടിക്കുന്നതിൻ്റെ ഭാഗമായി എങ്ങനെയാണ് സംഘപരിവാറിൻ്റെ അജണ്ടയെ നേരിട്ടത്? മുസ്ലിങ്ങൾക്ക് അവർ മുറുകെ പിടിച്ചിരിക്കുന്ന വിശ്വാസത്തേക്കാൾ വലുതല്ല ഭൗതികമായ മറ്റൊന്നും എന്ന് തെളിയിക്കുന്ന ധാരാളം സംഭവങ്ങൾ കർണാടകയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചില്ലേ? അതിനെ അടയാളപ്പെടുത്തുന്ന, ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഹിജാബിട്ടു തന്നെ പഠിക്കണമെന്നത് അഫീഫയുടെ കൂടി താല്പര്യമാണ്. എങ്കിലും ഉമ്മയെയും ഉപ്പയെയും പിരിഞ്ഞിരിക്കുമ്പോൾ അവിടെ ഈ സ്കാർഫ് ഹിജാബ് ഇടുന്നത് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ അവിടെ പേരൻസിൻ്റെ കൂടെ എല്ലാവരുടെ കൂടെ ഇങ്ങനെ പിന്നെ പോയതുപോലെ സ്കൂളിലേക്കൊക്കെ പോവേന്നു. മലപ്പുറം സ്വദേശിയായിരുന്ന അഫീഫയുടെ വല്യുപ്പ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഷിമോഗയിൽ പാർപ്പുറപ്പിച്ചതാണ്. ഹിജാബ് നിരോധനത്തോടെ കൂടെ പഠിച്ചവരിൽ ചിലരൊക്കെ പഠനം തന്നെ നിർത്തി. കർണാടകയിൽ കുറേ ആൾക്കാർ സ്കൂളിൽ നിർത്തിയപ്പോൾ പെരലിരിക്കണം. അഫീഫ അതിനൊരുക്കമല്ല. പഠിച്ച് ഡോക്ടറാകണമെന്നാണ് ആഗ്രഹം. ഈ ഹിജാബ് ഇങ്ങനെ തന്നെ ഇട്ട് ഡോക്ടറാകും. അതവരുടെ ദൃഢനിശ്ചയമാണ്. എല്ലാ പ്രതിസന്ധിയും നീങ്ങും. കാരണം ಪ್ರಜಾಪ್ರಭುತ್ವದಲ್ಲಿ ಮತದಾರರ ಪಾತ್ರ. കണ്ടില്ലേ ഹഫീഫ എന്ന പെൺകുട്ടി അവളുടെ അനുഭവങ്ങൾ പങ്കുവച്ചത്? ഒരു പക്ഷേ ഞാൻ ഹിജാബ് ഊരിക്കളഞ്ഞിരുന്നുവെങ്കിൽ, ഹിജാബ് ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ എൻ്റെ ഉമ്മയോടും ഉപ്പയോടും മറ്റ് സഹോദരങ്ങളോടുമൊപ്പം എനിക്ക് കർണാടകയിൽ നിന്ന് പഠിക്കാമായിരുന്നു. അവരോടൊപ്പം എല്ലാ സമയവും ചിലവഴിക്കാമായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷ നിമിഷങ്ങൾ അവരോടൊപ്പം എനിക്ക് ആഘോഷിക്കാമായിരുന്നു, ആസ്വദിക്കാമായിരുന്നു. പക്ഷേ എൻ്റെ വിശ്വാസത്തേക്കാൾ വലുതല്ല അത്തരത്തിലുള്ള ആഘോഷങ്ങൾ, അത്തരത്തിലുള്ള ഭൗതികമായ ഒരു നേട്ടങ്ങളും എൻ്റെ വിശ്വാസത്തേക്കാൾ, ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്ന എൻ്റെ ഈമാനേക്കാൾ വലുതല്ല എന്ന് മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് ആ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഹഫീഫ കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് വന്ന് തൻ്റെ പഠനം ആരംഭിച്ചത്. അന്യപുരുഷന്മാരുടെ മുമ്പിൽ തൻ്റെ തല മറച്ചുകൊണ്ട് തന്നെ താൻ പഠിക്കൂ, അത്തരത്തിൽ ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ മാത്രമേ താൻ തൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കൂ എന്ന ഉറച്ച വിശ്വാസത്തിൻ്റെ ഭാഗമായി ഹഫീഫ തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ ആ പെൺകുട്ടി കർണാടകയിലോ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ഇപ്പോൾ ഡോക്ടറായി സേവനം ചെയ്യുന്നുമുണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത് അബ്ദുള്ള സൂചിപ്പിച്ച ആ കാര്യത്തെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത്തരത്തിൽ മുസ്ലിങ്ങളെ എന്തെങ്കിലുമൊക്കെ കാട്ടി ഭയപ്പെടുത്താനോ ഏതെങ്കിലും തരത്തിൽ പ്രകോപനങ്ങളിൽ വീഴ്ത്താനോ ഒരു ശക്തികൾക്കും സാധ്യമല്ല. നമ്മുടെ നാട്ടിൽ പല ചാനലുകളിലും പലപ്പോഴായി സംഘപരിവാർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. മുസ്ലിങ്ങൾ മാത്രം മറ്റുള്ളവരിൽ നിന്നും അകന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? അവർ മാത്രം എല്ലാ കാര്യങ്ങളിലും കൃത്യനിഷ്ഠയോടുകൂടി ജീവിതം കൊണ്ടുപോകുന്നത് എന്തിനാണ്? നമ്മുടെ നാട്ടിൽ ചില സംഘപരിവാറുകാർ മുസ്ലിങ്ങളുടെ ചിട്ടയായ ജീവിതത്തിൽ ഏറെ അസ്വസ്ഥരാണ്. ABC മലയാളം പോലെയുള്ള സംഘപരിവാർ പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് സുനിൽ വടയാർ ചോദിച്ചതും അതുതന്നെയാണ്. എന്തിനാണ് മുസ്ലിങ്ങൾ 5 നേരം നിസ്കരിക്കുന്നത്? എന്തിനാണ് അവരിങ്ങനെ മറ്റ് സമുദായത്തിൽ നിന്നും അകന്നു പോകുന്നത്? 5 നേരം നിസ്കരിച്ചും കൃത്യമായി നോമ്പെടുത്തും ഹജ്ജ് ചെയ്തും സക്കാത്ത് കൊടുത്തുമൊക്കെ ഇത്തരത്തിൽ അച്ചടക്കമുള്ള ഒരു ആത്മീയ ജീവിതം അവരെന്തിനാണ് വെച്ചു പുലർത്തുന്നത്? മറ്റ് മതങ്ങളിലൊന്നും ഇത് കാണുന്നില്ലല്ലോ, നമ്മളൊന്നും ഇത് ചെയ്യുന്നില്ലല്ലോ എന്നവർ ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശവും ഇത് തന്നെയാണ്. മുസ്ലിം സമുദായത്തിനെ ഒരു ശക്തികൾക്കും തകർക്കാൻ കഴിയില്ല എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നതും അതിനേക്കാൾ കൂടുതലായി മറ്റുള്ള ശക്തികൾ വിശ്വസിക്കുന്നതും അവരുടെ ആത്മീയതയിൽ ഊന്നിയ ഒരു ജീവിതത്തിൻ്റെ പശ്ചാത്തലം കണ്ടിട്ടാണ്. എന്തൊക്കെ സംഭവിച്ചാലും, എത്ര പള്ളികൾ പൊളിച്ചാലും, എത്ര ഹിജാബുകൾ ഊരിപ്പിച്ചാലും, എത്ര മദ്രസകൾ പൊളിച്ചു കളഞ്ഞാലും മുസ്ലിങ്ങൾ ഒരിക്കലും അവരുടെ അചഞ്ചലമായ വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറാവില്ല എന്ന് ഇനിയും പലർക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് മുസ്ലിങ്ങളെ അവരുടെ ആത്മീയ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതും ആത്മീയ ചൈതന്യം കെടുത്തിക്കളഞ്ഞുകൊണ്ട് പൂർണ്ണമായും അവരെ ഈ വിശ്വാസത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പലതരത്തിലുള്ള കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നതും പലതരത്തിലുള്ള നുണപ്രചരണങ്ങൾ നടക്കുന്നതും പലതരത്തിലുള്ള അക്രമങ്ങൾ നടക്കുന്നതും. അതുകൊണ്ട് അതിലൊന്നും ഒരു കാര്യമില്ലെന്നും അതിനേക്കാൾ വലിയ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്താണ് ഇസ്ലാം ഇവിടം വരെ എത്തിയതെന്നും ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു അബ്ദുള്ളയുടെ ജനം TV ഇരുന്നു കൊണ്ടുള്ള ആ അഭിപ്രായ പ്രകടനങ്ങൾ. എന്തായാലും ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്ലാമോഫോബിയ വളർത്തുക എന്ന പരമലക്ഷ്യവുമായി രംഗപ്രവേശനം ചെയ്യുന്ന, ആ രീതിയിൽ ചർച്ചകൾ തട്ടിക്കൂട്ടുന്നവർക്കിടയിൽ ഇത്തരം ചില പ്രതികരണങ്ങൾക്കും അഭിപ്രായ പ്രകടനങ്ങൾക്കും കൂടി പ്രസക്തി ഉണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തണം. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.